നമ്മുടെ കുട്ടികൾക്ക് ദർസ് പഠനവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരളത്തിലെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സംവിധാനം ആദ്യമായി കേരളത്തിൽ കൊണ്ടുവന്ന അരീക്കോട് മജ്മഅ 8ാം ക്ലാസ്സിലേക്കും +1ലേക്കുമുള്ള അഡ്മിഷൻ ഈ വരുന്ന 17ാം തീയതി അരീക്കോട് മജ്മഅ ക്യാമ്പസിൽ വെച്ച് നടത്തുകയാണ്. ഈ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതോടൊപ്പം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇറാൻ മിസൈലുകളിൽ 99% വിജയകരമായി പ്രതിരോധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പച്ചക്കള്ളമാണ് എന്ന് വീഡിയോകൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നവാറ്റിൻ എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട എയർബേസ്, ഇവിടെയാണ് ഇസ്രായേലിന്റെ F-35 പുതിയ യുദ്ധവിമാനങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായി ധാരാളം മിസൈൽ പതിക്കുന്ന വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബേസിൽ മാത്രം 44 സൈനികർ മരണപ്പെടുകയും 18 പേർക്ക് ഗുരുതരമായ പരിക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല റൈമോൺ, അതുപോലെ തന്നെ ഖലീൽ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ മിസൈൽ പതിക്കുന്നതിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. 80 വർഷത്തിന് ശേഷം അധിനിവേശ ഇസ്രായേലിന് നേരെ ഈ രൂപത്തിൽ ഒരു മിസൈൽ ആക്രമണം നടത്താൻ ഇറാന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്നാൽ ഇറാൻ ഈ ഒരു മിസൈൽ ആക്രമണം മാത്രമല്ല, വ്യത്യസ്ത രീതിയിൽ ഇസ്രായേലിനെ ഇതിലൂടെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഇസ്രായേലിന്റെ കപ്പൽ പിടിച്ചെടുക്കുകയുണ്ടായി. ഇത് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. ഇസ്രായേലിലേക്ക് ചരക്കുകൾ ബാബുൽ മന്ദബ്, അതായത് ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾ മാത്രമല്ല, ഹോർമുസ് വഴിയുള്ള കപ്പലുകളും തടയപ്പെടും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പൂർണ്ണമായും ഞങ്ങൾ ഉപരോധിക്കും, അതിന് ഞങ്ങളുടെ മുന്നിൽ എല്ലാ കഴിവും ഉണ്ട് എന്ന് ഇറാൻ അതിലൂടെ തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സന്ദേശമാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു കപ്പൽ പിടിച്ചെടുക്കുന്നതിലൂടെ ഇസ്രായേലിന് ഇറാൻ നൽകിയിട്ടുള്ള വാണിംഗ്. രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ അമേരിക്ക സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞത് കേവലം വാക്ക് മാത്രമാണ്. ഒരിക്കലും ഇറാനും ഇസ്രായേലും എന്ന് പറയുന്നത് തുല്യ കക്ഷികളല്ല. ഇറാന്റെ ഒരു ഭാഗത്തേക്ക് അടുക്കാൻ മാത്രം ഇസ്രായേൽ ഇല്ല എന്നത് കഴിഞ്ഞ ദിവസത്തെ ഇറാന്റെ ആക്രമണത്തിലൂടെ ലോകത്തിന് മുന്നിൽ ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അതായത് ഇസ്രായേലിലേക്കുള്ള ഇറാന്റെ ആക്രമണങ്ങളെ ഇസ്രായേലിന് സ്വന്തമായി തടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും അതുപോലെ ജോർദാനും സിറിയയിൽ അമേരിക്ക അധിനിവേശം നടത്തിയ ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള 5 രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ 5 വിദേശ പ്രദേശങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ ആക്രമണത്തെ ചെറുക്കാൻ സാധിച്ചത്. അതായത് ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ആക്രമണത്തെ ചെറുക്കുവാൻ ഇസ്രായേലിന് സാധ്യമല്ല. ഇനി അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക, അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഒന്നും ഈ മിസൈലുകളെ അല്ലെങ്കിൽ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അവർ തയ്യാറായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേലിന് ഒരു എയർബേസ് പോലും അവരുടെ യുദ്ധവിമാനങ്ങൾ പറത്താൻ സാധ്യമായി ഉണ്ടാവുകയില്ലായിരുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഇസ്രായേൽ അവകാശപ്പെടുന്ന ഒരു പ്രതിരോധ സിസ്റ്റത്തിനും ഒരു അയൺ ഡോമിനും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയില്ല. അപ്പോൾ ധാരാളം മിസൈലുകൾ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ടാകും. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിന് മുന്നിൽ വരച്ചു കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത്ര കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഒരേ സമയത്ത് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഇറാൻ തെളിയിച്ചു കൊടുത്തിരിക്കുന്നത്. ഏതായിരുന്നാലും അമേരിക്കയും ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ സഹായമില്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് എന്ന ഒരു സന്ദേശം ഇതിലൂടെ ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നാം ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ സൈന്യം ഇപ്പോൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഹൈപ്പർസോണിക് മുതലായിട്ടുള്ള വളരെ നൂതനമായ ആയുധങ്ങൾ ഈ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഇതിനെതിരെ ഒരു തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇതിലേറെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്ന സന്ദേശവും കൂടെ, അല്ലെങ്കിൽ ഒരു വാണിംഗ് കൂടെ ഇറാൻ നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ തിരിച്ച് ഇറാൻ ആക്രമിക്കുക എന്നതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. വലിയ രൂപത്തിലുള്ള വാണിംഗ് ആണ് ജോ ബൈഡൻ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. തിരിച്ചടിയിലേക്ക് പോകരുത് എന്നാണ്. കാരണം തിരിച്ചടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പെട്രോളിയം പൂർണ്ണമായും ഇറാൻ ഉപരോധിക്കും, പെട്രോളിയത്തിന് വില വർദ്ധിക്കും, ഇസ്രായേലിലേക്ക് എത്തുന്ന ഒരു ചരക്ക് കപ്പലുകളെയും ഇറാൻ പോകാൻ അനുവദിക്കില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ കപ്പൽ അത് ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗത്തു നിന്നാണ്. ഈ ഭാഗത്തു നിന്നിലൂടെയാണ് നമുക്കറിയാം സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ കുവൈത്തിൽ നിന്നും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഗ്യാസും ഓയിലും ഒക്കെ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മുഴുവനായിട്ടും ഉപരോധിക്കും. അങ്ങനെ സംഭവിച്ചാൽ
എണ്ണ വില കുതിച്ചുയരും. അത് അമേരിക്കയെയും യൂറോപ്പിനെയും നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുമെന്ന് അവർക്കറിയാം. അത്തരത്തിലുള്ള ഒരു നീക്കം ഇറാനുമായി നടത്തുന്നത് അത് അമേരിക്കക്കും യൂറോപ്പിനും സുഖകരമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഒരു ചരക്കു കപ്പലും എത്താത്ത രൂപത്തിൽ ഇറാൻ അവരെ പ്രതിരോധിക്കും. മാത്രമല്ല, ഇത്രയും കൂടുതൽ രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന്, അതായത് വല വിരിച്ച് മീനിനെ പിടിക്കാൻ പോലെ ഒരുങ്ങി നിന്നുകൊണ്ട് ഇത്രയും കൂടുതൽ 4-5 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് ഇറാന്റെ മിസൈലുകളെ വേട്ടയാടാൻ വേണ്ടി നിന്നു. എന്നിട്ട് പോലും നവാറ്റിൻ എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട എയർബേസിൽ വളരെ കൃത്യമായി അവരുടെ ഇറാന്റെ മിസൈലുകൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, GPS പോലും ആശ്രയിച്ചുകൊണ്ടല്ല ഈ മിസൈലുകളെ ഇസ്രായേലിലേക്ക് എത്തിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ബേസുകളെ വളരെ കൃത്യമായി ലക്ഷ്യം തെറ്റാതെ അവിടെ എത്തിയെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേലും അമേരിക്കയെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇറാൻ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അവിടെ നടത്തുന്ന ആക്രമണങ്ങൾ ഇത്ര കൂടുതൽ മുൻകൂട്ടി മനസ്സിലാക്കി 4-5 രാഷ്ട്രങ്ങൾക്ക് വലവിരിച്ചിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ പെട്ടെന്നൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ഇറാന് സാധിക്കും എന്ന കാര്യവും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ഇനി ഇറാന്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായാൽ അത് ഒരിക്കലും തന്നെ സഹിക്കാൻ പറ്റാത്തതിലപ്പുറമായിരിക്കുമെന്ന കാര്യം അമേരിക്കക്കറിയാം, യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഇസ്രയേലിനോട് പ്രതികരിക്കരുത് എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം സ്വന്തമായി പ്രതികരിക്കാൻ മാത്രം, ഇറാനുമായി സ്വന്തമായി ഏറ്റുമുട്ടാൻ മാത്രം ഇസ്രയേലിന് കെൽപ്പില്ല. ഈ പറഞ്ഞ രാഷ്ട്രങ്ങളുടെ സഹായത്തോടെയല്ലാതെ ഇസ്രയേലിന് ഇറാനുമായി ഏറ്റുമുട്ടുക എന്നത് പോസിബിൾ ആയ കാര്യമല്ല. അമേരിക്ക പലതവണ ചെയ്യരുത് എന്ന് ബൈഡൻ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ഇറാനോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രയേൽ ഇറാന് നൽകിയിരിക്കുന്ന വാണിംഗ്, ഇറാനിൽ നിന്ന് ഏതെങ്കിലും മിസൈലുകൾ ഇസ്രയേലിന് നേരെ വന്നാൽ അതേ സ്ഥലം, അതായത് ഇറാൻ ആക്രമിക്കും എന്നായിരുന്നു. പക്ഷെ ഇറാൻ ആ പറഞ്ഞ പോലെ തന്നെ ഇറാന്റെ ഭൂമിയിൽ നിന്ന് തന്നെയായിരുന്നു ഇസ്രയേലിനെ ആക്രമിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ജോ ബൈഡൻ വളരെ ഭീഷണിയോടുകൂടെ തന്നെ അരുത് എന്ന് പറഞ്ഞ കാര്യം ഇറാൻ അത് തീരെ പരിഗണിച്ചിട്ടില്ല എന്നും ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇറാന്റെ ശക്തിയിൽ അവർക്ക് വ്യക്തമായ വിശ്വാസമുണ്ട്. ഒരിക്കലും ഇസ്രയേലിന് ഞങ്ങളെ മറികടക്കാൻ കഴിയില്ല, അവരെ തകർക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കടുത്ത നീക്കങ്ങളിലേക്ക് ഇറാൻ ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, ഇനി അപ്പുറത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള തിരിച്ചടികളോ യുദ്ധങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് കാര്യമായി തന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വല്ല അറ്റാക്കുകളും ഇസ്രയേലിന്റെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ ഗൗരവമായ തിരിച്ചടിക്കാണ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് എന്നുകൂടെ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാവട്ടെ, 1ാം ക്ലാസ് മുതൽ +2 വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് ത്വയ്ബ അക്കാദമി. ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ 1-to-1 ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് ത്വയ്ബ അക്കാദമി. പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.